നിങ്ങൾക്ക് സമാധാനം, ഈശോ പറഞ്ഞു. കാര്യമറിയാതെ മറ്റുള്ളവരെ വിധിക്കരുത് എന്ന പാഠം പഠിച്ചാൽ മാത്രമേ ഈ നിൽക്കുന്ന മനുഷ്യൻ നീതിമാനായിത്തീരൂ. എന്നാൽ തൻ്റെ തെറ്റ് ഏറ്റുപറയാനുള്ള സത്യസന്ധത ഇയാൾക്കുണ്ട്. ശിമിയോൻ, നിനക്കെന്നെ കാണണം അല്ലേ? ഇതാ കണ്ടോളൂ. ആൻഡ്രൂ, നീ എന്താണ് നേരത്തെ വരാതിരുന്നത്? എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ ഈ രണ്ട് സഹോദരന്മാരും പരസ്പരം നോക്കി. പതിഞ്ഞ സ്വരത്തിൽ ആൻഡ്രൂ പറഞ്ഞു, വരാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. ലജ്ജ കൊണ്ട് പത്രോസിൻ്റെ മുഖം ചുവന്നു. പക്ഷേ അയാൾ സംസാരിക്കുന്നില്ല. ഈശോ ആൻഡ്രൂവിനോട് പറഞ്ഞു, ഇങ്ങോട്ട് വരുന്നത് തെറ്റായിരുന്നില്ലല്ലോ. തെറ്റ് ചെയ്യുന്നതിൽ മാത്രമേ അധൈര്യം വേണ്ടൂ. ഈശോ ഇത്രയും പറഞ്ഞപ്പോൾ പത്രോസ് ഉള്ളു തുറന്നു പറഞ്ഞു, ഇതെല്ലാം എൻ്റെ കുറ്റമാണ്. എന്നെ ഉടനെ അങ്ങയുടെ അടുത്തേക്ക് കൊണ്ടുവരാനാണ് അവൻ ആഗ്രഹിച്ചത്. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എനിക്കിതിൽ വിശ്വാസമില്ല, വരാൻ ഞാൻ ആഗ്രഹിച്ചുമില്ല. ഇപ്പോൾ എൻ്റെ മനസ്സിൽ സമാധാനം തോന്നുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നിന്റെ ആത്മാർത്ഥത കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നല്ലവനല്ല. അങ്ങ് ആ പ്രാർത്ഥനാലയത്തിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതൊന്നും ചെയ്യാൻ എനിക്ക് ശക്തിയില്ല. എനിക്ക് പെട്ടെന്ന് കോപം വരും. എന്നെ ആരെങ്കിലും ദ്രോഹിച്ചാൽ എനിക്ക് ധനമോഹമുണ്ട്. പണം എനിക്കിഷ്ടമാണ്. മീൻ കച്ചവടത്തിൽ എപ്പോഴുമില്ല, ചിലപ്പോഴൊക്കെ ഞാൻ കബളിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എഴുത്തു വായനയും അറിഞ്ഞുകൂടാ. അങ്ങയെ പിന്തുടരാനോ അങ്ങയുടെ വെളിച്ചം സ്വീകരിക്കാനോ എനിക്ക് വേണ്ടത്ര സമയമില്ല. ഞാനെന്ത് ചെയ്യാനാണ്? അങ്ങ് പറയുന്നത് പോലെ ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് പ്രയാസമുള്ള കാര്യമല്ല ശിമിയോൻ. നിനക്ക് വേദപുസ്തകവുമായി അല്പസ്വല്പം പരിചയമുണ്ട് ഇല്ലേ? മിക്ക പ്രവാചകനെ ഓർക്കുന്നുണ്ടല്ലോ. ആ പ്രവാചകൻ പറഞ്ഞതാണ് ദൈവം നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത്. നിന്റെ ഹൃദയം ചൂഴ്ന്നെടുത്ത് കൊടുക്കാൻ ദൈവം പറയുന്നില്ല. തൽക്കാലം ഇതൊന്നും ദൈവം ചോദിക്കുന്നില്ല. ഒരു ദിവസം ദൈവം ചോദിക്കാതെ തന്നെ നീ നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കും. അതിന് ദൈവം ക്ഷമയോടെ കാത്തിരിക്കും. നീ ഇന്ന് ദുർബലമായൊരു പുൽക്കൊടിയാണ്. മഞ്ഞും വെയിലുമേറ്റ് നീ വളരും. വലിയൊരു പനിയായി വളരും. അതുവരെ ദൈവം കാത്തിരിക്കും. ഇപ്പോൾ ദൈവം ആവശ്യപ്പെടുന്നത് ഇതുമാത്രമാണ്: നീതിപൂർവം പെരുമാറുക, കരുണയുള്ളവനായിരിക്കുക, നിന്റെ ദൈവത്തെ പിൻചെല്ലുന്നതിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കുക. നീ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ശിമിയോൻ, നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെപ്പറ്റി പിന്നീട് ചിന്തിക്കേണ്ട. നീ ഒരു പുതിയ മനുഷ്യനായിത്തീരും. ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെയും സ്നേഹിതൻ. ഇനി നീ ശിമിയോനല്ല, കേഫാസാണ്. എനിക്ക് വിശ്വസിച്ച് ചാരി നിൽക്കാവുന്ന പാറ. ഇതെനിക്ക് പിടിച്ചു. ഇതെനിക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. നിയമം റബ്ബികൾ വ്യാഖ്യാനിക്കുന്ന മാതിരിയുള്ള നിയമം, അതിൻ്റെ ചട്ടങ്ങൾ എല്ലാം അനുസരിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. അങ്ങനെ സഹായിക്കുമല്ലോ. ഈ വീട്ടിലാണോ താമസിക്കുന്നത്? ഇതിൻ്റെ ഉടമസ്ഥനെ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. എന്നാൽ ഞാൻ ജെറുസലേമിലേക്ക് പോകുകയാണ്. അതിനുശേഷം പാലസ്തീനയിലെങ്ങും നടന്ന് ഞാൻ പ്രസംഗിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. കൂടെ ഞാനിവിടെ വരും. ഞാൻ അങ്ങ് പറയുന്നത് കേൾക്കാൻ വീണ്ടും വരും. അങ്ങയുടെ ശിഷ്യനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ തലയിലും അല്പം വെളിച്ചം കയറും. ഞാനെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. എൻ്റെ സഹോദരൻ അധികം വീണ്ടില്ല. അവനൊരു സിംഹമായി വളരും. ഇരുട്ട് തുടങ്ങി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വലയിൽ ധാരാളം മീൻ കയറാൻ ദൈവം ഇടയാക്കട്ടെ. ഇപ്പോൾ പോയിക്കൊള്ളൂ. അങ്ങയോടുകൂടെ സമാധാനം. അവർ പിരിഞ്ഞുപോയി. പുറത്തേക്ക് വന്ന ഉടൻ പത്രോസ് പറയുന്നു, വേറെ വലകൾ കൊണ്ട് വേറൊരു തരം മീനിനെ ഞാൻ പിടിക്കുമെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥം എന്താണാവോ? നീ എന്തേ ചോദിക്കാത്തത്? പല കാര്യങ്ങളും പറയാനുണ്ടായിട്ടും നീയൊന്നും തന്നെ പറഞ്ഞില്ലല്ലോ. എനിക്കാകട്ടെ ഒരു വിമിഷ്ടം. മറ്റുള്ള റബ്ബികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഇദ്ദേഹം. ഈശോ ഇനി ജെറുസലേമിലേക്കാണ് പോകുന്നത്. എന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് ചോദിക്കണമെന്ന് ഓർത്തു. പക്ഷേ ധൈര്യം വന്നില്ല. ഈശോയുടെ കൂടെ നടക്കാനുള്ള അടക്കാനാകാത്ത ആഗ്രഹം ജോണിൻ്റെ മുഖത്ത് സ്ഫുരിച്ചിരുന്നു. നീ പോയി അദ്ദേഹത്തോട് ചോദിക്കൂ. നമ്മൾ പെട്ടെന്നാണ് പിരിഞ്ഞു പോകുന്നത്. പത്രോസ് പറഞ്ഞു. നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തോട് മതിപ്പുമുണ്ട്. എന്നെങ്കിലും അദ്ദേഹത്തെ അറിയിക്കണം. നിന്റെ അപ്പനോട് ഞാൻ വിവരം പറഞ്ഞേക്കാം. ജെയിംസേ, ഞാൻ പോകട്ടെ? പോകൂ. ജോൺ ഓടിപ്പോകുന്നു. അതീവ സന്തുഷ്ടനായി തിരിച്ചോടി വരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജെറുസലേമിലേക്ക് അങ്ങയുടെ കൂടെ ഞാനും വരട്ടെ. സുഹൃത്തെ, വന്നോളൂ. എന്നെ സുഹൃത്തെന്ന് വിളിച്ചു. നാളെ ഈ സമയത്ത് ഞാനിവിടെ എത്തണം. പിന്നെ അദ്ദേഹത്തോടൊത്ത് ജെറുസലേമിലേക്ക്. ദർശനം അവസാനിക്കുന്നു. മേൽ വിവരിച്ച ദർശനത്തെപ്പറ്റി ഒക്ടോബർ 14 ഇന്ന് രാവിലെ ഈശോനോട് പറഞ്ഞു, നീയും എല്ലാവരും ജോണിൻ്റെ പെരുമാറ്റം ചിന്താവിഷയമാക്കണം. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യമുണ്ട്, അത് ശ്രദ്ധിക്കണം.
ഹൃദയവിശുദ്ധി ഉള്ളവനും സ്നേഹമുള്ളവനും വിശ്വസ്തനുമായതുകൊണ്ട് നിനക്ക് അവനോട് മതിപ്പ് തോന്നുന്നു. അവൻ ഏറെ എളിമയുള്ളവനായിരുന്നു എന്ന വസ്തുത നിന്റെ ശ്രദ്ധയിൽ പെടുന്നില്ല. പത്രോസ് എൻ്റെ അടുത്ത് വന്നത് പ്രധാനമായും ജോൺ വഴിയാണ്. എന്നാൽ അതിനെപ്പറ്റി വിനയപൂർവ്വം ജോൺ നിശബ്ദത പാലിച്ചതേയുള്ളൂ. പത്രോസിനെ കൊണ്ടുവന്നവൻ എൻ്റെ ആദ്യത്തെ അപ്പോസ്തലൻ ജോണായിരുന്നു. എന്നെ ആദ്യം തിരിച്ചറിഞ്ഞത്, എന്നോടാദ്യം സംസാരിച്ചത്, ആദ്യമായി എൻ്റെ പിന്നാലെ വന്നത്, എന്നെപ്പറ്റി ആദ്യമായി മറ്റുള്ളവരോട് പറഞ്ഞത് ഇതെല്ലാം ജോണായിരുന്നു. എന്നിട്ടും അവൻ എന്താണ് പറയുന്നത്? ശിമിയോൻ്റെ സഹോദരനായ ആൻഡ്രൂ ആയിരുന്നു സ്നാപക യോഹന്നാൻ്റെ വാക്കുകൾ കേട്ട് ഈശോയുടെ പിന്നാലെ പോയ 2 പേരിൽ ഒരാൾ. അവൻ ആദ്യം കണ്ടുമുട്ടിയത് തൻ്റെ സഹോദരൻ ശിമിയോനെയാണ്. ശിമിയോനോട് അവൻ പറഞ്ഞു, ഞങ്ങൾ മിശിഹായെ കണ്ടുമുട്ടി. അവൻ ശിമിയോനെ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരിൽ ജോണിനെ അനുകരിക്കുന്നവർ എത്ര പേരുണ്ട്? തന്നെപ്പോലെ വേറൊരു പ്രേക്ഷിത പ്രവർത്തകനില്ല എന്ന് കൊട്ടിഘോഷിക്കാതെ ഒരു സംരംഭത്തിൻ്റെ വിജയം ഒട്ടേറെ കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വിശുദ്ധി മാത്രമല്ല, മാനുഷികമായ തൻ്റെ ഇടവും ഭാഗ്യവും. തൻ്റെ അത്ര ധൈര്യമില്ലാത്തവരുമായ, ഒരുപക്ഷെ വിശുദ്ധിയിൽ തന്നേക്കാൾ മുമ്പന്മാരായ മറ്റാളുകളുമായി ഇടയ്ക്കിടെ ഉണ്ടാകുന്ന സമ്പർക്കവും വിജയത്തിന് കാരണമാകുന്നു എന്ന് വിചാരിക്കുന്നവർ എത്ര പേരുണ്ട്? നീ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിൽ വിജയിച്ചാൽ എല്ലാം സ്വന്തം മിടുക്കുകൊണ്ടാണ് സാധിച്ചത് എന്ന രീതിയിൽ അഹങ്കരിക്കരുത്. പ്രേക്ഷിതരുടെ കർത്താവായ ദൈവത്തെ സ്തുതിക്കുക. സഹകരിച്ച ഓരോരുത്തർക്കും അർഹിക്കുന്ന അഭിനന്ദനം കൊടുക്കുന്നതിനും അംഗീകാരം നൽകുന്നതിനും ആത്മാർത്ഥതയുള്ള ഹൃദയവും തിമിരം കയറാത്ത കണ്ണുകളും സൂക്ഷിക്കുക. തന്നെ തന്നെ മറന്ന് പണിയെടുക്കുന്ന പ്രേക്ഷിതരെ കാണുമ്പോൾ തിരിച്ചറിയാനുള്ള കഴിവ് മറ്റു പ്രേക്ഷിതർക്ക് ആത്മാർത്ഥമായി പണിയെടുക്കുന്നതിന് ഏറ്റവും നല്ല പ്രചോദനമായി തീരുന്നതുവരെ കാണുവാനുള്ള കണ്ണുകൾ അതാർക്കും തന്നെയില്ല. അവരെ ദൈവം മാത്രമേ കാണുന്നുള്ളൂ. അവരെ കണ്ടാൽ പേടിത്തൊണ്ടന്മാരാണെന്ന് തോന്നും. എന്നാൽ ധൈര്യശാലികളായ പ്രവർത്തകരെ കർമ്മോത്സുകരാക്കുന്ന അഗ്നി സ്വർഗത്തിൽ നിന്ന് താഴേക്കിറങ്ങുന്നത് ഇവരുടെ പരിശ്രമം കൊണ്ടാണ്. ഞാൻ പണിയെടുക്കുന്നു, എന്നാൽ ഈ മനുഷ്യർ എന്നേക്കാൾ അധികമായി സ്നേഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇയാൾക്കുള്ളത്ര സ്വയപരിത്യാഗം ഞാൻ ശീലിച്ചിട്ടില്ല. ഈശോ പറഞ്ഞതുപോലെ സ്വന്തം മുറിയിൽ കതകടച്ചിരുന്ന് രഹസ്യമായി പ്രാർത്ഥിക്കുന്നവനാണ് ഇയാൾ. ഈ മനുഷ്യൻ്റെ എളിമയും പുണ്യജീവിതവും ഞാൻ കാണുന്നുണ്ട്. മറ്റുള്ളവരും ഇതറിയണം. അതുകൊണ്ട് ഞാൻ പറയും, ഞാൻ പണിയെടുക്കുന്ന ഉപകരണമാണ്. അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഊർജം ഇയാളാണ്. ദൈവവുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ സഹോദരനിൽ കൂടിയാണ് സ്വർഗീയ ഊർജം എന്നിലേക്ക് ഒഴുകുന്നത്. ഇങ്ങനെ പറയാൻ കഴിയുന്ന ആത്മാർത്ഥമായ ഒരു ഹൃദയം പ്രേക്ഷിതനുണ്ടാകണം. എളിമയുള്ളവരും പ്രേക്ഷിതർക്കും ശക്തി പകരുവാൻ ആരുമാരും അറിയാതെ സ്വയം ബലിയായി അർപ്പിക്കുന്നവരുമായ ആളുകളുടെ മേൽ പിതാവ് വർഷിക്കുന്ന അനുഗ്രഹം ഈ എളിയവരുടെ സംഭാവന കാണുകയും പ്രേക്ഷിത ജോലിയിൽ ദൈവിക ശക്തിക്കുള്ള സ്ഥാനം മനസ്സിലാക്കുകയും ചെയ്യുന്നവരുടെ മേലും ഉണ്ടാവും. എളിമയുള്ളവർ നിശബ്ദരായി പ്രാർത്ഥനയിലൂടെ നേടിത്തരുന്ന ശക്തിയെപ്പറ്റി മൂക്കിനപ്പുറം കാണാത്തവർ ബോധവാന്മാരല്ല. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ജോൺ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണോ? അതെ. പലതിലും അവൻ എൻ്റെ പ്രതിച്ഛായ അല്ലേ? നിർമ്മലൻ, സ്നേഹശീലൻ, അനുസരണയുള്ളവൻ, കൂടാതെ എളിമയുള്ളവനും. ഒരു കണ്ണാടിയിലെന്ന പോലെ അവനിൽ എൻ്റെ പ്രതിരൂപം ഞാൻ കാണുന്നു. എൻ്റെ സിദ്ധികൾ അവനിൽ ഞാൻ കണ്ടു. അതുകൊണ്ട് എൻ്റെ വേറൊരു സത്വത്തെപ്പോലെ, ആത്മാവിനെ പോലെ അവനെ ഞാൻ സ്നേഹിച്ചു. അവനിൽ പിതാവിൻ്റെ നിഴൽ ഞാൻ കണ്ടു. പിതാവ് ഒരു കൊച്ചു ക്രിസ്തുവായി അവനെ കരുതി. എൻ്റെ അമ്മ എന്നോട് പറയും, അവൻ എൻ്റെ 2ാമത്തെ മകനാണ് എന്ന് തോന്നും. ഒരു മനുഷ്യനായി നീ രൂപാന്തരം പ്രാപിച്ചതുപോലെ തോന്നും അവനെ കാണുമ്പോൾ. ബോധജ്ഞാനത്തിൻ്റെ രാജ്ഞിയായ അവൾ നിന്നെ എത്ര ആഴത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. മേരിയുടെയും ജോണിൻ്റെയും ഹൃദയങ്ങൾ 2 നീല അങ്കികളാണ്. അവ ഒന്നായി എനിക്ക് അഭയം നൽകുന്ന സ്നേഹമായി ഭവിച്ചു. അവരുടെ സ്നേഹം ഒന്നായി തീർന്നു. ജോണിനെ മേരിക്കും മേരിയെ ജോണിന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് സംഭവിച്ചു. തങ്ങൾ തമ്മിലുള്ള സാമ്യം മനസ്സിലാക്കിയത് കൊണ്ട് അവർ പരസ്പരം സ്നേഹിച്ചു. പിതാവിൻ്റെ കുഞ്ഞുങ്ങൾ, പുത്രൻ്റെ സഹോദരങ്ങൾ.